ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ജംഷീദ്. ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട 3 സ്റ്റേജുകളെ കുറിച്ചിട്ടാണ്. ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് എക്സൈറ്റ്മെൻറ്റ്, രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ബോറിംഗ്, മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ത്രിൽ. ഇതിലേത് സ്റ്റേജിലാണ് നിങ്ങൾ നിൽക്കുന്നത്? നമ്മൾ ഏതൊരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും ഈ 3 സ്റ്റേജുകളിലൂടെ കടന്നു പോകും. പക്ഷെ ചില ആളുകൾ രണ്ടാമത്തെ സ്റ്റേജിലെത്തി പിന്നെ ആ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ആ ഒരു സ്വപ്നം ഉപേക്ഷിക്കുന്നത് കാണാറുണ്ട്. അത്തരക്കാരോടാണ് എനിക്ക് ഈ 3 സ്റ്റേജുകളെ കുറിച്ച് പറയാനുള്ളത്. നമ്മൾ ഏതൊരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും, സപ്പോസ് ഇപ്പോൾ പല ആളുകളും ഇംഗ്ലീഷ് പഠിക്കാനുള്ള താല്പര്യത്തോടു കൂടി സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കുന്നു. അത് ഓൺലൈനിലൂടെ പഠിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ഒരു സെന്ററിൽ ജോയിൻ ചെയ്ത് പഠിക്കുന്നവരുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. ഈ 3 സ്റ്റേജുകൾ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കുക എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സ്വപ്നമായിരിക്കും അല്ലേ. കാരണം ലോകോത്തര ഭാഷയല്ലേ. അതിനെ കീഴടക്കി കഴിഞ്ഞാൽ ജീവിതത്തിൽ വൻ വിജയങ്ങൾ നേടാൻ സാധിക്കും. കാരണം ഉയർന്ന ശമ്പളമുള്ള ജോലി ലഭിക്കും അല്ലേ. പല രാജ്യങ്ങളിലും സഞ്ചരിക്കാം, പല ആളുകളുമായിട്ട് മീറ്റ് ചെയ്യാം, സംസാരിക്കാം. നല്ല ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു സംഭവമാണ് ഇംഗ്ലീഷ് ഭാഷ പഠിച്ചെടുക്കുക എന്നുള്ളത്. പിന്നെ ഏറ്റവും കൂടുതൽ ഇന്ന് നോളജ് ഷെയർ ചെയ്യുന്ന പുസ്തകങ്ങളെല്ലാം ഇംഗ്ലീഷിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ഭാഷ പഠിക്കുക എന്നുള്ളത് ഏതൊരാളുടെയും സ്വപ്നമായിരിക്കും. അത്തരത്തിലുള്ള ഒരു സ്വപ്നം നമ്മൾ കണ്ട് അത് പഠിച്ചെടുക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി പോകുമ്പോൾ ഫസ്റ്റ് സ്റ്റേജ് എന്താ? നമ്മുടെ എക്സൈറ്റ്മെന്റ് ആണ് അല്ലെ, ഒരു ആവേശമാണ്. എന്നാൽ അത് പഠിച്ചു തുടങ്ങിയാലോ? സ്പോക്കൺ ഇംഗ്ലീഷിന്റെ വീഡിയോസ് വാച്ച് ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിപ്പോൾ ഏത് സ്റ്റേജിലാണ്? ആവേശത്തിന്റെ സ്റ്റേജ് കഴിഞ്ഞിട്ടുണ്ടാവും അല്ലെ. രണ്ടാമത്തെ സ്റ്റേജ് എന്താണ്? ബോറിംഗ് അല്ലെ. ഒന്നാമത്തെ സ്റ്റേജ് എന്തായിരുന്നു? എക്സൈറ്റ്മെന്റ്, ആവേശം, പഠിക്കണം എന്നുള്ള ആവേശം. രണ്ടാമത്തെ സ്റ്റേജ് ബോറിംഗ്. ഇപ്പൊ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതിന് നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ബോറിംഗ് അനുഭവപ്പെടാറുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു. കാരണം ഇത് ജീവിതത്തിലെ രണ്ടാമത്തെ സ്റ്റേജാണ് ബോറിംഗ് എന്ന് പറയുന്നത്. എന്നാൽ മൂന്നാമതൊരു സ്റ്റേജ് ഉണ്ട്. ആ സ്റ്റേജിലേക്ക് നിങ്ങൾ വളരണം. ആ സ്റ്റേജ് എന്താണ്? ത്രിൽ. ഓക്കെ, ത്രിൽ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഫസ്റ്റത്തെ എക്സൈറ്റ്മെന്റ്, രണ്ടാമത്തെ ബോറിംഗ്, മൂന്നാമത്തെ ത്രിൽ. അപ്പൊ ഈ ത്രില്ലിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? ഇപ്പൊ നിങ്ങൾ നിരന്തരം ശ്രമിച്ച് ഈ ബോറിംഗ് സ്റ്റേജിൽ നിന്നും നിരന്തരം ശ്രമിച്ച് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബോറിംഗ് പിന്നീട് നിങ്ങൾ ആ ലാംഗ്വേജിനെ കീഴടക്കുന്ന സമയത്ത്, നിങ്ങൾ മറ്റൊരാളോട് ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന സമയത്ത് അവർ പറയും, എടാ നീ കൊള്ളാലോ, നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോഴാണ് ആ ത്രിൽ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തുന്നത് അല്ലേ. അപ്പൊ നമ്മൾ ഈ ബോറിംഗ് സ്റ്റേജിൽ തന്നെ നമ്മുടെ ലക്ഷ്യം നമ്മൾ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ത്രിൽ എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് എത്താൻ പറ്റുമോ? ഇല്ല. അപ്പോൾ 3 സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ 3 സ്റ്റേജുകൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതിലേതിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്ന് നോക്കാം. എന്തൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും ആദ്യം ഉണ്ടാകുന്നത് എന്താണ്? എക്സൈറ്റ്മെന്റ്, ഒരു ആവേശം. പിന്നെ അത് ചെയ്തു തുടങ്ങുമ്പോൾ ബോറിംഗ് ആയി തോന്നും. പിന്നെ മൂന്നാമത്തെ സ്റ്റേജാണ് ത്രില്ല്. ആ ത്രില്ലിലേക്ക് എത്തണമെങ്കിൽ ഈ ഭാഷയെ കീഴടക്കിയതിനു ശേഷം മറ്റുള്ളവർ നമ്മളെ കുറിച്ച് ഇങ്ങനെ പറയുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ത്രില്ലായിരിക്കും. പിന്നെ അത് ചെയ്യാനും പ്രവർത്തിക്കാനും ഒക്കെ. അപ്പോൾ ഒരിക്കലും നമ്മുടെ ലക്ഷ്യം എന്ത് ചെയ്യരുത്, ഉപേക്ഷിക്കരുത്. രണ്ടാമത്തെ സ്റ്റേജ് നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ബോറിംഗ് ആയിരിക്കും. ആ ബോറിംഗിൽ നിന്നും ത്രില്ല് എന്ന് പറയുന്ന പൊസിഷൻ ഉണ്ട് എന്ന് നിങ്ങൾ ഓർക്കുക. ആ ത്രില്ല് എന്നുള്ള പൊസിഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കുക. ഇതുപോലെ തന്നെ എനിക്ക് ഒരുപാട് എക്സാമ്പിളുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ സപ്പോസ് നിങ്ങളൊരു ഹെൽത്ത് ക്ലബിൽ പോകാൻ വേണ്ടി തീരുമാനമെടുത്തു എന്ന് വിചാരിക്കുക. ആദ്യം നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ സ്വപ്നം എന്താ? നിങ്ങളുടെ ബോഡിയൊക്കെ ഒന്ന് നന്നായിട്ട് ഫിറ്റ് ആക്കണം അല്ലേ. വയറുള്ള ആളാണെങ്കിൽ വയറ് കുറക്കണം, അല്ലെങ്കിൽ കുറച്ച് മസിൽസ് ഉണ്ടാക്കണം. ഈ ആഗ്രഹത്തോടു കൂടി നമ്മൾ പോകുമ്പോൾ ഭയങ്കര ആവേശമാണ് അല്ലെ, എക്സൈറ്റ്മെന്റ് ആണ്. പക്ഷേ ഹെൽത്ത് ക്ലബിൽ ചെന്നിട്ട് 2-3 ദിവസം ടെമ്പിൾസ് ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ എക്സസൈസ് ഒക്കെ ചെയ്ത് തുടങ്ങുമ്പോൾ പിന്നെ എന്താവും? അതൊരു ബോറിംഗ് ആയി മാറും. അല്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ പിന്നെ മഴ തുടങ്ങിയെന്ന് വിചാരിക്കുക. അപ്പൊ പിന്നെ എണീറ്റ് പോകാനൊരു മടി അല്ലെ, ഒരു ബോറിംഗ് സ്റ്റേജ് ആയിട്ട് മാറും. എന്നാൽ ഈ ബോറിംഗ് സ്റ്റേജിൽ നിന്നും ആ പ്രവൃത്തിയിൽ തന്നെ ത്രില്ല് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. ആ സ്റ്റേജ് എപ്പോഴാണ് വരിക? നിങ്ങൾ ഒരു 6 മാസം നിരന്തരമായിട്ട് ഹെൽത്ത് ക്ലബിൽ പോവുക. അങ്ങനെ ഹെൽത്ത് ക്ലബിൽ പോകുമ്പോൾ 6 മാസം കൊണ്ട് നിങ്ങളുടെ ബോഡിയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും. അങ്ങനെ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ നിങ്ങളുടെ ഒരു സുഹൃത്ത് പറയാണ്, എടാ നീ സൂപ്പർ ആയിട്ടുണ്ടല്ലോ, നിന്റെ വയറൊക്കെ എങ്ങനെയാ പോയത്? ഞാൻ ഹെൽത്ത് ക്ലബിൽ പോകുന്നുണ്ടെന്ന് നിങ്ങൾ മറുപടി പറഞ്ഞു. അപ്പൊ നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു സന്തോഷം ഉണ്ടാവും അല്ലേ. കാരണം എന്താ?
നിങ്ങൾ ആ ബോറിംഗ് സ്റ്റേജിൽ ഒന്ന് മുന്നോട്ട് പോയി, നിരന്തരം മുന്നോട്ട് പോയി നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഭംഗിയുള്ള ഒരു ശരീരം നിങ്ങൾ ഉണ്ടാക്കിയെടുത്തു. ആ ശരീരത്തെക്കുറിച്ച് മറ്റുള്ളവർ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ ത്രിൽ എന്ന് പറയുന്ന പൊസിഷനിലേക്ക് എത്തി. പിന്നെ നിങ്ങൾ നിരന്തരം പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഏതൊരു പ്രവൃത്തിയാണെങ്കിലും ഈ 3 സ്റ്റേജുകൾ ഉണ്ടാവും: എക്സൈറ്റ്മെന്റ്, ബോറിംഗ്, ത്രിൽ. ഇപ്പോൾ നിങ്ങൾ ഒരു ജോലി ചെയ്യുന്ന ആളാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സ്വപ്നം, ഒരു ടീച്ചർ ആവണം എന്നുള്ള ഒരു ആഗ്രഹം. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതെന്താണ്? ഒരു ആവേശമാണ് അല്ലേ? ഒരു ടീച്ചർ ആവണം, എനിക്ക് എല്ലാവരെയും പഠിപ്പിക്കണം, കുട്ടികളൊക്കെ ഇൻസ്പയർ ചെയ്യണം, നിരന്തരം കുട്ടികളുമായിട്ടൊക്കെ ഇടപെടണം, അത് ഒരു നല്ലൊരു ജീവിതം എനിക്ക് വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഒരു ടീച്ചർ ആവാൻ വേണ്ടി തീരുമാനിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ അതിനു വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ബി.എഡിന് പോയി, PGക്ക് പോയി, അങ്ങനെ നിരന്തരമായിട്ട് അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബോറിംഗ് ആയിരിക്കും. ഇനി ജോലി കിട്ടിയാലോ, അതിനേക്കാൾ ഉപരി കുട്ടികളെ കൺട്രോൾ ചെയ്യണം, പഠിപ്പിക്കണം, അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യണം. ഇറ്റ്സ് ടു ബോറിംഗ് അല്ലേ? ബോറിംഗ് സ്റ്റേജിലായിരിക്കും. എന്നാൽ ഒരു 2-3 വർഷം കഴിയുമ്പോൾ അത് ഒരു ത്രില്ലിംഗ് സ്റ്റേജിലേക്ക് എത്തും. ഓക്കെ, ആ ടീച്ച് ചെയ്യുക എന്നുള്ളത് ഒരു ത്രില്ലിംഗ് സ്റ്റേജിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ അവിടെ എന്താണ്, നിരന്തരം ശ്രമിച്ച് നമുക്ക് എല്ലാം മനസ്സിലായി, കുട്ടികളെ കൺട്രോൾ ചെയ്യാൻ, അതുപോലെ തന്നെ നന്നായി ക്ലാസ് എടുക്കാൻ, പ്രിപ്പറേഷൻ എല്ലാം കഴിഞ്ഞു, ഇനി നിരന്തരം നോളജ് അപ്ഡേറ്റ് ചെയ്യുക, ഇതൊക്കെ ഭയങ്കര ത്രില്ലായിട്ട് മാറും. പക്ഷെ കുറച്ച് വർഷം എന്ത് ചെയ്യണം? വെയിറ്റ് ചെയ്യണം. ആ ബോറിംഗ് സ്റ്റേജ് നമ്മൾ എന്ത് ചെയ്യണം? നിരന്തരം അവിടെ സ്റ്റിക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം. അവിടെ നിന്ന് നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കരുത്. ബോറിംഗ് സ്റ്റേജ് എല്ലാവർക്കും ഉണ്ടാവും, എല്ലാ മേഖലയിലും ഉണ്ടാവും, ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും ഉണ്ടാവും. അവിടെ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. അവിടെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കണം. അപ്പോൾ പഠിക്കുന്ന സമയത്തും എന്താണെങ്കിലും ഇറ്റ്സ് ടു ബോറിംഗ് എന്നുള്ള ആ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ നിൽക്കുക. അവിടെ നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അടുത്ത ഒരു സ്റ്റേജ് ഉണ്ട്, ത്രില്ല് എന്ന് പറയുന്ന സ്റ്റേജ്. ആ സ്റ്റേജിലേക്ക് എത്തിയാൽ നിങ്ങളുടെ ജീവിതം ടോട്ടലി ചേഞ്ച് ആവും. തീർച്ചയാണ് എൻ്റെ ലൈഫിൽ സംഭവിച്ചതും ഇത് തന്നെയാണ്. കാരണം ഞാൻ ഒരു ട്രെയിനർ ആവണം, കൗൺസിലർ ആവണം എന്നുള്ള അതിയായ ആഗ്രഹം, സ്വപ്നം എനിക്കുണ്ടായിരുന്നു. ആദ്യം ഒരു ടീച്ചർ ആവണം എന്നുള്ള ആഗ്രഹമായിരുന്നു. പിന്നീട് ആ ടീച്ചർ എന്ന് പറയുന്ന സ്ഥാനത്ത് നിന്നാൽ അതൊരു കംഫർട്ട് സോൺ ആണെന്ന് ഞാൻ മനസ്സിലാക്കി. അതിനുശേഷം ഞാൻ ചിന്തിച്ചു, എനിക്ക് മൊത്തം ഒന്ന് വേൾഡിൽ മൊത്തം ഒന്ന് സഞ്ചരിക്കണം. അപ്പം അതിനുള്ള ഒരു മാർഗം എന്താണ്? അപ്പോൾ അങ്ങനെ വിചാരിച്ചപ്പോഴാണ് ട്രെയിനർ അല്ലെങ്കിൽ കൗൺസിലർ, സൈക്കോളജിസ്റ്റ് എന്നൊക്കെ ഉള്ള ഓപ്ഷൻസ് കണ്ടത്. അപ്പോൾ അതിലൂടെ എനിക്ക് പോയി കഴിഞ്ഞാൽ എൻ്റെ ഡ്രീംസ്, ഞാനൊരു എക്സ്ട്രാവേർട്ടാണ്, എൻ്റെ ഡ്രീംസ് എനിക്ക് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായി. അപ്പോൾ ഞാൻ ആ കംഫർട്ട് സോണിൽ നിന്നും ചാടി ഒരു ട്രെയിനർ ആവണം എന്നുള്ള ആഗ്രഹവുമായി വരുമ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. എന്തായിരുന്നു? ആവേശമായിരുന്നു. പക്ഷേ ആ ആവേശം സ്റ്റാർട്ടിങ്ങിലത്തെ ആവേശം മാറിയിട്ട് പിന്നെ ഏത് സ്റ്റേജിലേക്ക് വന്നു? ഇറ്റ്സ് ടു ബോറിംഗ്. രണ്ടാമത്തെ സ്റ്റേജ് ഭയങ്കര ബോറിംഗ്. കാരണം എന്താ? കുറേ ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്തു, കുറേ ഇൻ്റർനാഷണൽ സർട്ടിഫൈഡ് കോഴ്സുകൾ ചെയ്തു. അതെല്ലാം ചെയ്തിട്ടും നമ്മളാരും പ്രോഗ്രാമിന് വിളിക്കുന്നില്ല, നമ്മളെ ആരും ട്രെയിനിങ്ങിന് വിളിക്കുന്നില്ല. ആകെ കുടുങ്ങിയില്ലേ? രണ്ടാമത്തെ ബോറിംഗ്. കാരണം പഠിക്കാൻ വേണ്ടി ഒരുപാട് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തു, ഒരുപാട് പൈസ ചിലവാക്കി, പക്ഷെ നമ്മളാരും പ്രോഗ്രാമിന് വിളിക്കുന്നില്ല. എന്താണ്? ബോറിംഗ് സ്റ്റേജിലാണ്. അങ്ങനെ വന്നപ്പോൾ ഞാൻ ഒരിക്കലും ഉപേക്ഷിച്ചില്ല. ഞാൻ എൻ്റെ സ്വന്തം കയ്യിൽ നിന്നും ക്യാഷ് എടുത്തുകൊണ്ട് പെട്രോൾ അടിച്ച് സ്കൂളുകളിലും മറ്റുമൊക്കെ പോയിട്ട് കുട്ടികൾക്ക് ഫ്രീ ആയിട്ട്, സൗജന്യമായിട്ട് ട്രെയിനിങ് കൊടുത്തു. അതും അതിന് പോകുന്ന സമയത്തും ചില പ്രിൻസിപ്പൽമാരൊക്കെ ചോദിക്കും, നിങ്ങൾക്ക് അതിനുള്ള ക്വാളിഫിക്കേഷൻ എന്താ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ക്വാളിഫിക്കേഷനൊക്കെ പറയും. എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്? 0 എക്സ്പീരിയൻസ്. അപ്പോൾ ആരെങ്കിലും സമ്മതിക്കുമോ? അങ്ങനെ സമ്മതിച്ച പ്രിൻസിപ്പൽമാരും ഉണ്ട്, സമ്മതിക്കാത്ത പ്രിൻസിപ്പൽമാരും ഉണ്ട്. അങ്ങനെ ഒരുപാട് ത്യാഗങ്ങൾ ചെയ്തിട്ടാണ് ഈ ഒരു ഫീൽഡിലേക്ക് വന്നത്. അങ്ങനെ നമ്മുടെ സ്വന്തം കയ്യിൽ നിന്ന് ക്യാഷ് എടുത്ത് വളരെ ഫ്രീ ആയിട്ട് പ്രോഗ്രാം പോയി ചെയ്തു കൊടുത്ത് അങ്ങനെ നിരന്തരം പ്രോഗ്രാംസ് ചെയ്തു. അതിനുശേഷം നല്ല ഫീഡ്ബാക്സ് കിട്ടി. ഫീഡ്ബാക്സ് കിട്ടുന്നത് മൂലം നമ്മുടെ ട്രെയിനിങ്ങിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ സാധിച്ചു. അങ്ങനെ ഡെവലപ്പായി. പിന്നെ നിരന്തരം ആ ഒരു ബോറിംഗ് സ്റ്റേജിൽ നിന്നും ത്രില്ല് എന്ന് പറയുന്ന പൊസിഷനിലേക്ക് എത്തണം. ഞാൻ ആ ബോറിംഗ് സ്റ്റേജിൽ തന്നെ പിടിച്ചു നിന്നു. പിന്നെ എനിക്ക് അനുഭവപ്പെട്ടത് എന്താ വെച്ചാൽ, ഈ ഫീൽഡ് എന്ന് പറയുന്നത് ബി എ ലൈഫ് ലോങ് സ്റ്റുഡൻറ്, ഒരു ലൈഫ് ലോങ് സ്റ്റുഡൻ്റായി മാറേണ്ടി വരും. കാരണം നിരന്തരം നോളജ് അപ്ഡേറ്റ് ചെയ്യണം, നിരന്തരം പുസ്തകങ്ങൾ വായിക്കണം, നിരന്തരം ട്രെയിനിങ് പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്യണം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ നമുക്ക് ഒരാളുടെ ഒരു സംശയം ചോദിക്കുന്ന സമയത്ത് നമുക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും കഠിനമായി പരിശ്രമിക്കേണ്ട ഒരു മേഖലയാണെന്ന് മനസ്സിലാക്കി ഞാൻ നിരന്തരം ആ ബോറിംഗ് സ്റ്റേജിലും പരിശ്രമിച്ചു കൊണ്ടേയിരുന്നു.
നിരന്തരം പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി, നിരന്തരം ഇന്റർനാഷണൽ പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി, നിരന്തരം സർട്ടിഫൈഡ് ഒരുപാട് കോഴ്സുകൾ അറ്റൻഡ് ചെയ്തു, ഹിപ്നോട്ടിസം അത്തരത്തിലുള്ള കോഴ്സുകൾ, സൈക്കോളജി ഡിപ്ലോമ കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ബോറിംഗ് സ്റ്റേജിൽ നിന്നും ഞാൻ അങ്ങോട്ട് സ്റ്റിക്ക് ചെയ്ത് മുന്നോട്ട് പോയപ്പോൾ ഇപ്പം ഞാൻ നിൽക്കുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് ത്രില്ലിംഗ് എന്ന് പറയുന്ന സ്റ്റേജാണ്. ത്രില്ലിലാണ് നിൽക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ പോലെ ഒരു ട്രെയിനിങ്ങിന് വേണ്ടി ഇന്ന് എനിക്ക് അലയേണ്ട ആവശ്യമില്ല. ആളുകൾ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കുക. കൗൺസിലിങ്ങിന് ഞാൻ ഓഫീസിലിരുന്നാൽ മതി, ഓഫീസിലിരുന്നാൽ തന്നെ ആളുകൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട്? ഞാൻ ആ ബോറിംഗ് സ്റ്റേജിൽ പിടിച്ചു നിന്നത് കൊണ്ടാണ് ഇന്നിപ്പോൾ ത്രിൽ എന്ന് പറയുന്ന ഒരു സ്റ്റേജിൽ ഞാൻ നിൽക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലും ഇങ്ങനെയൊക്കെ സംഭവിക്കും. പക്ഷെ ആ ബോറിംഗ് സ്റ്റേജിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കണം. സ്റ്റിക്ക് ചെയ്ത് നിന്ന് നിരന്തരമായിട്ട് പരിശ്രമിച്ചാൽ തീർച്ചയായിട്ടും ത്രിൽ എന്ന് പറയുന്ന ഒരു പൊസിഷനിലേക്ക് എത്താൻ നിങ്ങൾക്ക് സാധിക്കും. ഇപ്പോൾ നിങ്ങളോട് സന്തോഷപൂർവ്വം ഞാൻ അറിയിക്കുകയാണ്, ഞാൻ വളരെയധികം ഹാപ്പിയാണ് ഞാൻ എൻ്റെ ഫീൽഡിൽ. കാരണം ഞാൻ രണ്ടാമത്തെ സ്റ്റേജ് കഴിഞ്ഞു. ഇറ്റ്സ് ടു ബോറിംഗ് എന്ന് പറയുന്ന സ്റ്റേജ് കഴിഞ്ഞ് ത്രിൽ എന്ന് പറയുന്ന പൊസിഷനിലാണ്. നിരന്തരം ഒരുപാട് ആളുകൾ എന്നെ കോൺടാക്ട് ചെയ്യുന്നു, ഒരുപാട് ആളുകളുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞു. ഏകദേശം 1,00,000-ലധികം പേരുടെ ഫോണിൽ എൻ്റെ കോൺടാക്ട് നമ്പർ സേവ്ഡ് ആണെന്ന് പറയുമ്പോൾ അതിനേക്കാൾ ഉപരി സന്തോഷം എന്താണ് നമുക്ക് വേണ്ടത്? നിരന്തരം 1.5 മില്യണിലധികം ആളുകൾ ഇപ്പോൾ യൂട്യൂബിലൂടെ എൻ്റെ വീഡിയോസ് കണ്ടു കഴിഞ്ഞു. അത്രയും ആളുകൾ നമ്മൾ അറിയാന്ന് പറഞ്ഞാൽ അത് തന്നെ ലൈഫിലെ ഏറ്റവും വലിയൊരു സന്തോഷമല്ലേ. പിന്നെ അവരുടെയൊക്കെ ജീവിതത്തിൽ ഒരു ചെറിയൊരു സ്പാർക്ക് ഉണ്ടാക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ തന്നെ അതും വലിയൊരു സന്തോഷമല്ലേ നമുക്ക്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ഇംഗ്ലീഷ് പഠിക്കാൻ ശ്രമിച്ച സമയത്തും ഈ ഒരു 3 സ്റ്റേജുകളിലൂടെ പോയിട്ടുണ്ട്. ഞാൻ എൻ്റെ കരിയറിലേക്ക് വന്ന സമയത്തും ഈ ഒരു എക്സൈറ്റ്മെൻറ്റ്, ബോറിംഗ്, ത്രിൽ എന്ന് പറയുന്ന 3 സ്റ്റേജിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഇതുപോലെ നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ബോറിംഗ് സ്റ്റേജിലാണെങ്കിൽ അവിടെ സ്റ്റിക്ക് ചെയ്യുക, നിരന്തരം ശ്രമിച്ചു കൊണ്ടിരിക്കുക, ഒരിക്കലും ഉപേക്ഷിക്കരുത് നിങ്ങളുടെ സ്വപ്നം. നിങ്ങളും ത്രിൽ എന്ന് പറയുന്ന ഒരു പൊസിഷനിലേക്ക് എത്തും. അതിന് നിരന്തരം ശ്രമിച്ചു കൊണ്ടിരിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ 3 വിഷയങ്ങൾ, ഒന്ന് എക്സൈറ്റ്മെന്റ്, ബോറിംഗ്, ത്രിൽ. ഇതിൽ 3ാമത്തെ സ്റ്റേജിലേക്ക് നമ്മൾ എത്തുന്നത് വരെ സ്റ്റിക്ക് ചെയ്ത് നിരന്തരം ശ്രമിച്ചു കൊണ്ടിരിക്കുക. ബോറിംഗ് ഉണ്ടാവും, വൻ വിജയങ്ങൾ വേണമെങ്കിൽ നമ്മൾ ഒരു പക്ഷെ കാത്തിരിക്കേണ്ടി വരും. അതിനുവേണ്ടി നിങ്ങൾ ക്ഷമയോടുകൂടി കാത്തിരിക്കുക, നിരന്തരം പരിശ്രമിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തികളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.